ഹലോ ഗായ്സ്, വെൽക്കം ടു അൻഡാസ് ബ്ലോഗ്. സുഖം നിങ്ങൾക്ക് എല്ലാവർക്കും. പിന്നെ കമൻറ്റിൽ ഒരാൾ ആരോ ഒന്ന് എന്നോട് എനിക്ക് പേര് ഓർമ്മയില്ല കേട്ടോ, പാസ്തര കാണിച്ചു തരുമെന്ന് പറഞ്ഞിരുന്നേ, ബീഹാറിലെ പാസ്തര. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ബീഹാറിലുള്ള പാസ്തര കാണിച്ചു തരട്ടോ, എങ്ങനെ ഉണ്ടാവാന്നുള്ളത്. ഇതാട്ടോ, ഇത് വെള്ളിയാണേ കേട്ടോ. ഇത് സംഭവം എൻ്റെ ചെറിയ ചേച്ചിൻ്റെതാട്ടോ. ചേച്ചി നാട്ടിലേക്ക് പോയപ്പോൾ അങ്ങനെ ഇത് അമ്മയ്ക്ക് കൊടുത്തു പോയതാണ്. ഇതിന് എത്ര എന്ന് പറഞ്ഞാൽ 10,000 ആണ് തോന്നുന്നുണ്ട്, എനിക്ക് കൺഫേം ആയിട്ട് അറിയില്ല. സംഭവം ഞാൻ പറഞ്ഞ കേട്ട മാതിരി 10,000 ആണെന്നുള്ളത് കേട്ടോ ഈ പാസരയ്ക്ക്. പിന്നെ ഞങ്ങളെ നാട്ടിലില്ലേ സ്വർണത്തിൻ്റെ പാസര ആരും യൂസ് ചെയ്യില്ലട്ടോ. അങ്ങനെ മീൻസ് 99% ആൾക്കാരൊക്കെ വെള്ളിയാട്ടോ യൂസ് ചെയ്യുക. അവിടെ സ്വർണം കാലിൽ തട്ടിക്കാൻ പാടില്ല എന്നിട്ട് പറയാം ഞങ്ങളുടെ നാട്ടിൽ. എൻ്റെ എത്ര റിച്ചുള്ള ഫാമിലി ആണെങ്കിലും എത്ര ലോ മീൻസ് പുവറായിട്ടുള്ള ആളാണെങ്കിലും സംഭവം ഈ വെള്ളിൻ്റെ പാസരട്ടോ യൂസ് ചെയ്യുക അവിടെ. അത് ഇന്നത്തെ ഹെവി ആയിട്ടുള്ള ഒക്കെ ആട്ടോ യൂസ് ചെയ്യുക. സിമ്പിളായിട്ട് ആരും അങ്ങനെ യൂസ് ചെയ്യില്ലേ. സിമ്പിൾ യൂസ് ചെയ്യുകയാണെങ്കിൽ മറ്റേ വാറണ്ടി അങ്ങനത്തെ സാധനങ്ങളുണ്ടാവില്ലേ, അത് ഇത് ഇപ്രാവശ്യം പോയപ്പോൾ വാങ്ങിയതായിരുന്നു കേട്ടോ. ഇതല്ല അമ്മ ഇടലേന്ന് ഇപ്രാവശ്യം. ഇത് എത്ര 90 റുപ്യയ്ക്ക് തോന്നുന്നുണ്ട് അങ്ങനെന്തോ. ഞാൻ 3 വാങ്ങിയിരുന്നു ഇപ്രാവശ്യം. അപ്പോൾ അമ്മൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചി ഓർക്ക് ആർക്കോ വേണമെന്ന് പറഞ്ഞിരുന്നു പാസര. ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ അങ്ങനെ 2 ഞാൻ വാങ്ങിയിട്ട് ഓർക്ക് കൊടുത്തേ. ഇതൊന്ന് അമ്മ വെച്ച് അമ്മയ്ക്ക് ഇടണം എന്ന് പറഞ്ഞപ്പോൾ സിമ്പിളാണ്, ഒരു വർക്കും ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ ഇപ്പം അമ്മ ഈ പാസരട്ടിടൽ ഞാൻ അമ്മേൻ്റെ കാലിൽ നിന്ന് ഊരിച്ചതാട്ടോ. എനിക്ക് വീഡിയോ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് എന്നോട് അങ്ങനെ വീഡിയോ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന് ഊരിച്ചതാട്ടോ അമ്മേനോട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയണേ ഈ പാസര. സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പാസര ഇടുന്നത്. പക്ഷെ എൻ്റെ കാലിന് രസം ഉണ്ടാവില്ല, ഏത് പാസര ഇട്ടാലും രസം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഇടില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഇതാട്ടോ, ഇതെന്താ നിങ്ങൾക്കറിയോ? ഇതില്ലേ സംഭവം വെള്ളിൻ്റെ ബിച്ചിയ, ഹിന്ദിയിൽ ബിച്ചിയ എന്നിട്ട് പറയാം. വെള്ളിൻ്റെതാണതും കേട്ടോ. ഇന്നൊക്കെ അവിടെ അത് റേറ്റ് ഇല്ല, എന്നാലും കുറവാണ്. ഇത് കാലിലിടുന്നതാണ് കേട്ടോ ഇതൊക്കെ. ഞങ്ങളവിടെ ഇല്ലേ ബീഹാറിൽ ഇത് കാലിലിട്ടാൽ ഹസ്ബൻഡിൻ്റെ ഏജ് കൂടും എന്നിട്ട് പറയാം. അതുകൊണ്ട് അടുത്ത കല്യാണം കഴിച്ച് എല്ലാ സ്ത്രീൻ്റെ കാലുമിലും നിങ്ങൾക്ക് ഇത് കാണും. നിങ്ങളിപ്പോൾ എന്തെങ്കിലും നോർത്ത് ഇന്ത്യയിൽ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. സംഭവം ഒരേ കാലിൽ വെള്ളിൻ്റെ പാസാരിയും വെള്ളിൻ്റെ ഈ മോതിരം ഉണ്ടാവുന്നു. ഈ ചിലർ 3 പേരിലുണ്ടാവും, ചിലർ 2 പേരിൽ, ചിലർ 4 ഉണ്ടാവട്ടത്. ഇത് അമ്മ ഇടയിലുണ്ടായിരുന്നേ. ഇപ്പോൾ കുറച്ചായിട്ടിട്ടോ ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് പോയി വന്നപ്പോൾ അമ്മ ഇടാൻ തുടങ്ങിയത് ഇതൊക്കെ. അല്ലെങ്കിൽ ആദ്യം അമ്മ ഒന്നും ഇടല്ലായിരുന്നു. അത് നിങ്ങളെ എങ്ങനെയുണ്ട് പറയണേ. ഇവിടെ ഇത് യൂസ് ചെയ്യില്ലല്ലോ, അവിടെ എല്ലാവരും കാലുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾക്ക് എൻ്റെ കാലിട്ട് കാണിച്ചിട്ട് നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് പറയണേ കേട്ടോ. ഇതാട്ടോ, ഞാൻ എൻ്റെ കാലിന് ഇത് തീരെ രസം ഉണ്ടാവില്ല. ഇത് അമ്മൻ്റെതാണേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയണം കേട്ടോ കമൻറ്റിൽ പാസര എങ്ങനെ ഉണ്ടെന്നുള്ളത്. പിന്നെ യൂട്യൂബിൽ കമൻസിൽ കുറേ പേര് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വേറൊരു ദിവസം നിങ്ങൾക്ക് റിപ്ലൈ തരാം കേട്ടോ. സംഭവം എന്താണെന്ന്, എവിടെയാന്ന്, മലയാളിയാണോ ബീഹാറിയാണോ എങ്ങനെ അറിയാമെന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കുന്നുണ്ടേ. അത് ഞാൻ വേറെ ദിവസം നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ എന്താണെന്ന് ശരിക്കത്തെ സ്റ്റോറി എന്നുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോഴേക്ക് ബൈ ബൈ.